അപ്പം എന്നോട് ശരണ്യ മനോജും പ്രദീപും പറഞ്ഞു, വക്കീലത ഇനി നമുക്ക് കുറച്ച് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട, സാർ ഏതായാലും മന്ത്രി ആവത്തില്ല, എന്നാൽ പിന്നെ നമുക്ക് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അത് നമ്മളെ സാറ് പറഞ്ഞ് നമുക്കൊരു മിഷൻ ഇതിന് വേണം, അതിനുവേണ്ടി നമ്മൾ ഇനി ഫോൺ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വേറെ രീതിയിലായിരിക്കണം, നമുക്ക് കോഡ് പേടുള്ള പേരുകളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു, ഇനി സാറ് പ്രദീപ് സാറിന് വിളിക്കരുത്, പ്രദീപ് സാറിൻ്റെ പേര് ഇനി പൈലി. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ ഇങ്ങനൊരു പേര് ഇപ്പോൾ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ, അതങ്ങനെ പറഞ്ഞെങ്കിലേ ഉള്ളൂ പ്രദീപ് അല്ലാതെ മനസ്സിലായില്ലെങ്കിൽ സാറിൻ്റെ വായിന്ന് ഇനി പൈലിനെ വീരാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പ്രദീപ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ആരാന്ന്, വേറെ ആൾക്ക് പിടി കിട്ടരുത്, ഈ പ്രദീപ് എന്ന് പറയുന്ന പേരങ്ങ് പ്രദീപ് എന്ന് എല്ലാവർക്കും പിടി കിട്ടും, ഇത് പൈലി ആരെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആരെന്ന്. അങ്ങനെ വരുന്നത്. അപ്പം ഇതിന് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഗണേഷ് കുമാറിന് പേരുണ്ടായിരുന്നു, ഗണേഷ് കുമാറിന് പേരിട്ടിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇവരായിരുന്നു എൻ്റെ ഏജൻസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പൈലി അങ്ങനെ അദ്ദേഹത്തിന് പൈലി എന്നൊരു പേരങ്ങ് വീണു. അപ്പം ഗണേഷ് കുമാർ സാർ പറഞ്ഞു ഏറ്റവും നല്ല പേരാണ് വീണിരിക്കുന്നത്, ഇവൻ ഈ പേര് തന്നെ പറ്റിയ പേരെന്ന്, പ്രദീപിനേക്കാളും നല്ല പേര് ഇവൻ ഇതാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ശരണ്യ മനോജ് എന്നോട് പറഞ്ഞത് നിങ്ങളൊരു പത്രസമ്മേളനം നടത്തണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താ, അതെല്ലാം സരിത പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. സരിത പറഞ്ഞു തരും എന്താണെന്നുള്ള കാര്യം. ഞാൻ ഈ കോടതിയിൽ കൊടുത്ത മൊഴിയിലുണ്ടായിരുന്ന കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ പേരുകൾ അങ്ങേക്ക് അറിയുള്ളതാണല്ലോ. എനിക്ക് എല്ലാവരുടെയും പേര് അറിയായിരുന്നു, എല്ലാ പേരുകളും എനിക്കറിയായിരുന്നു. കൂടുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലായിരുന്നോ ഇടതുപക്ഷ രാഷ്ട്രീയം? എല്ലാവരുടെ മിക്സ്ഡ് ആയിരുന്നു. BJP-കാരും ഉണ്ടായിരുന്നു, എല്ലാം മിക്സ്. BJP-കാരുണ്ടോ കോൺഗ്രസ് ഇതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് അതൊരു കോൺഗ്രസ് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാരൊന്നും അല്ലായിരുന്നു അതിനകത്ത്, പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, സിനിമയിലെ മഹാനടന്മാർ വരെ ഉണ്ടായിരുന്നു.